എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, ഏറെ പതിറ്റാണ്ടിനിടക്ക് രാജ്യവിരുദ്ധം എന്ന് പറയാവുന്ന ആൻറ്റി അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയാവുന്ന പരമിത വിദ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറയാവുന്ന ഒരു വരി പോലും ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് ഏറെ പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തെ മുൻനിർത്തി പറയാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ കേരളീയ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അറിയിപ്പ് കത്തിച്ചു കളഞ്ഞുവെന്ന് വെളിപ്പെടുത്തി മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ. RSSനെ നിരോധിച്ചെന്ന അറിയിപ്പ് കൃത്യമായി വിതരണം ചെയ്തുവെന്നും അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഖത്തറിൽ ഇന്ത്യൻ എംബസിയിൽ ഇന്റർപ്രറ്ററായി ജോലി ചെയ്യവെയാണ് സംഭവം. ിൽ 1977 അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടതുണ്ട്. 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്, എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്. പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലിയിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉത്തമ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. അബ്ദുറഹ്മാന്റെ വിവാദമായ ഈ പ്രസംഗം, അതിൽ അദ്ദേഹം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അന്ന് ഇന്ത്യൻ എംബസിയിലെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയുടെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഇന്റർപ്രറ്റർ എന്ന ഒരു പദവിയിൽ. അവിടെ ഈ ലഘുലേഖകൾ, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി അയക്കുന്ന ലഘുലേഖകൾ, അത് കൃത്യമായി മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റ് ഓഫീസുകളിലും എത്തിക്കേണ്ട ചുമതലയുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അവിടെയാണ് അദ്ദേഹം RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ തുടർന്ന് നിരോധിച്ചിരുന്നു. RSSനെ നിരോധിച്ചു എന്ന വാർത്ത മാത്രം, അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരുമ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക രേഖയായി തന്നെ വരുന്നൊരു സംഗതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. അത് കൃത്യമായി വിതരണം ചെയ്തു, RSSനെ നിരോധിച്ചു എന്ന കാര്യം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വന്ന ലഘുലേഖകൾ അത് കത്തിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ കൂട്ടിയിടും ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ഉപയോഗം, അത് ഉപയോഗിച്ചു കത്തിച്ചു കളഞ്ഞു എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നറിയില്ല, അത് നിങ്ങൾക്ക് അത്തരത്തിൽ വിവക്ഷിക്കാമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഒ അബ്ദുറഹ്മാൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്.